83-ാമത്തെ സങ്കീർത്തനം. ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി ശത്രു രാജ്യങ്ങൾ എഴുന്നേറ്റപ്പോൾ ദൈവത്തോട് ആശാഫ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഗീതമാണ് 83-ാമത്തെ സങ്കീർത്തനം. ശത്രുവിൻ്റെ തീരുമാനം ഇങ്ങനെയാണ്: ഇസ്രായേൽ ഇനിയൊരു ജാതിയായിരിക്കാതെ വണ്ണം അതിനെ ഭൂമുഖത്തിൽ നിന്ന് തുളച്ചു നീക്കുക, അവരെപ്പറ്റി ഇനി ആരും ഓർക്കരുത്. എന്നാൽ ആശാഫ് അതെല്ലാം അറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, ഇനിയും നീ മൗനമായിരിക്കരുത്, ഇനിയും നീ മിണ്ടാതിരിക്കരുത്, എഴുന്നേൽക്കണം. ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ആ ഭാഗത്തെ ഇല്ലാതെയാക്കാനാണ് ശത്രു നോക്കുന്നത്. ആശാഫ് പറയാ: ദൈവമേ, എഴുന്നേൽക്കണമേ, നിൻ്റെ പദ്ധതിയെയാണ് ഇല്ലാതെയാക്കാൻ നോക്കുന്നത്. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്നും ആ രാജ്യം ആ ഭൂമുഖത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ സംരക്ഷിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ്. അതിന് വിരോധമായിട്ട് പല പദ്ധതികളും ശത്രുക്കൾ ആസൂത്രണം ചെയ്യുമ്പോഴും അതിൽ നിന്നുമൊക്കെ അവരെ വിടുവിച്ചത് ദൈവത്തിൻ്റെ സംരക്ഷണ വലയമാണ്. നിങ്ങളിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണെങ്കിൽ നിങ്ങളെ തകർത്ത് കളയുവാൻ ആർക്കും കഴിയത്തില്ല. നിൻ്റെ പേര് ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നിൽക്കാൻ ശത്രു പല പദ്ധതികളും ഒരുക്കുമ്പോൾ അതിൻ്റെ നടുവിലൊക്കെ കർത്താവിൻ്റെ കരം നിന്നെ സംരക്ഷിക്കും, നിന്നെ താങ്ങും. ആമേൻ.